ഓം നമോ നാരായണായ. ശുക്രൻ സ്വരാശിലേക്ക് സൃഷ്ടിക്കും കേന്ദ്ര ത്രികോണ രാജയോഗം. ഈ രാശിക്കാർക്ക് ഭാഗ്യനേട്ടങ്ങൾ. ജ്യോതിഷത്തിൽ പഞ്ചമഹാപുരുഷ രാജയോഗത്തെയും കേന്ദ്ര ത്രികോണ രാജയോഗത്തെയും കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ജാതകത്തിൽ ഈ രാജയോഗം ഉള്ള വ്യക്തിക്ക് ഭൗതിക സുഖം ലഭിക്കും, ഒപ്പം ധനത്തിന് ഒരു കുറവുമുണ്ടാകില്ല. ഇപ്പോഴിതാ ശുക്രന്റെ രാശിമാറ്റത്തിലൂടെ കേന്ദ്ര ത്രികോണ രാജയോഗം സൃഷ്ടിക്കാൻ പോകുകയാണ്. സെപ്റ്റംബർ 18 ശുക്രൻ സ്വന്തം രാശിയായ തുലാം രാശിയിൽ പ്രവേശിക്കും. അതിലൂടെ കേന്ദ്ര ത്രികോണ രാജയോഗവും മാളവ്യ രാജയോഗവും രൂപീകരിക്കും. ഇതുമൂലം ചില രാശിക്കാരുടെ ഭാഗ്യം തെളിയും. ആ ഭാഗ്യരാശികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് തുലാം രാശിക്കാരാണ്. കേന്ദ്ര ത്രികോണ രാജയോഗം ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ നൽകും. കാരണം ഈ രാശിയുടെ ലഗ്നഭവനത്തിലാണ് ഈ രാജയോഗം രൂപപ്പെടാൻ പോകുന്നത്. അതിനാൽ ഈ കാലയളവിൽ ഇവരുടെ വ്യക്തിത്വം മെച്ചപ്പെടും. എടുത്ത തീരുമാനങ്ങളും ചെയ്ത പ്രവർത്തനങ്ങളും അഭിനന്ദിക്കപ്പെടും. ഈ കാലയളവിൽ നിങ്ങളുടെ സ്വത്ത് വർദ്ധിക്കാൻ സാധ്യത. പണം ലാഭിക്കുന്നതിലും നിങ്ങൾ വിജയിക്കും. വിവാഹിതർ ഈ സമയത്ത് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ലഭിക്കും. അവിവാഹിതർക്ക് വിവാഹാലോചനകൾ വന്നേക്കാം. ധനുരാശിയാണ് അടുത്തത്. ഇവർക്ക് കേന്ദ്ര ത്രികോണ രാജയോഗം വൻഗുണങ്ങൾ നൽകും. കാരണം ശുക്രൻ ഈ രാശിയുടെ വരുമാനലാഭ ഭവനത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതിനാൽ ഈ സമയത്ത് ഇവരുടെ വരുമാനത്തിൽ വലിയ വർധന ഉണ്ടാകും. പുതിയ വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കും. ജോലി മാറുന്നതിനെക്കുറിച്ച് ഏറെ നാളായി ചിന്തിച്ചിരുന്നവർക്ക് മാറ്റം കിട്ടും. നിക്ഷേപത്തിൽ നേട്ടം. വ്യാപാരത്തിൽ ഈ സമയത്ത് ഒരു വലിയ ഇടപാട് ലഭിക്കും. അടുത്തത് മകരം രാശിയാണ്. കേന്ദ്ര ത്രികോണ രാജയോഗം ഇവർക്കും പ്രയോജനകരമായിരിക്കും. കാരണം ശുക്രൻ ഈ രാശിയുടെ കർമ്മഗൃഹത്തിലേക്കാണ് സംക്രമിക്കാൻ പോകുന്നത്. അതിനാൽ ഈ സമയത്ത് സമ്പത്തിൽ വർധനവ്, ധനലാഭം, ജോലിസ്ഥലത്തെ പ്രകടനം മെച്ചപ്പെടും. തൊഴിൽ രഹിതരായവർക്ക് പുതിയ ജോലി, വ്യവസായികൾക്ക് പുതിയ ഓർഡറുകൾ ലഭിക്കും. ഫിലിം, മീഡിയ, ഫാഷൻ ഡിസൈനിംഗ്, മോഡലിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് നല്ല നേട്ടങ്ങൾ ലഭിക്കും.